ജീവനുള്ള കേടാ മീനടുത്തെത്താറായിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാനും വിനയ് മച്ചനോട് നമ്മുടെ മെയിൻ സ്പോട്ടായ തേവര വെണ്ടുരുത്തി പാലത്തിന് മുകളിൽ കൈച്ചൂണ്ടിടാൻ വന്നാക്കേണ്ട. നല്ല ചൂടൻ ചെമ്മീനിലാണ്ട് നമ്മൾ ഇന്ന് കൈച്ചൂണ്ടിടാൻ പോണത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ കോർത്തെടുക്കണം. 2 ചെമ്മീനാണ് നമ്മൾ ഒരു ഹുക്കിൽ തന്നെ കോർത്തെടുത്ത്. കണ്ടില്ലേ, ഇതേപോലെ കോർത്ത് ഒരു 5 ഹുക്കിലാണ് നമ്മൾ കോർത്തെടുക്കുന്നത്. വെളുപ്പിന് തന്നെ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടിയ ചൂടൻ ചെമ്മീനാണ്ട. കുറേയൊക്കെ ചത്തിട്ടില്ല, കുറച്ചൊക്കെ ചത്തതാണ്. അപ്പോൾ അതേ നമ്മുടെ ചെമ്മീനൊക്കെ നന്നായിട്ട് കോർത്തൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഇറക്കിയാലോ അങ്ങോട്ട്. അതിനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ടില്ലേ, നോക്കിയേ, ഇതേപോലെ ഇറക്കിയിട്ട് ഏറ്റവും മുകളിലായിട്ട് കണ്ട നമ്മുടെ വീശുവലയിലെ കെട്ടുന്ന ഇയൂല്ലേ, ആ ഇയ്യോ ഉണ്ട്, അതിൽ 3 എണ്ണം ഉണ്ട്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പോഞ്ച് ഇതേപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേപോലെ ഇറക്കി കൊടുക്കാം. നമ്മുടെ ഈ സ്പോഞ്ചില്ലേ, ഇത് ഈയത്തിന് മുകളിലേക്ക് കെട്ടണം. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ്ട, ഇത് നമ്മൾ ലോങ്ങിലേക്ക് ഈ ചൂണ്ട അങ്ങോട്ട് പോകും. നല്ല ലോങ്ങിലേക്ക് പോകട്ടെ. നമ്മുടെ 350 മീറ്ററോളം വന്നിട്ട് നമ്മുടെ ഈ ലൈൻ നേരെ നീട്ടി കൊടുക്കണം. നല്ല ലോങ്ങിലേക്ക് പോയിട്ട് അവിടെ എത്താറാകുമ്പോൾ നമ്മൾ വലിച്ച് ആ സ്പോഞ്ച് പിടിക്കും. കപ്പൽ ചാലിലേക്കാണ് നമ്മൾ ചൂണ്ട നീട്ടണത്. ലോങ്ങിലേക്ക് പോയാൽ മാത്രമേ നല്ല വലിയ വലിയ മീനുകളെ കിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 200 മീറ്റർ ആയിട്ടുണ്ട്. 200 ആയിട്ടുണ്ട്. ഇതേ കഴിയാറായിട്ടാ. 350 മീറ്റർ ടോട്ടൽ ഉണ്ടായിരുന്നു. ഇതേ ലാസ്റ്റ് എത്തി. അപ്പം നമ്മൾ നീട്ടിയ ചൂണ്ടില്ലേ ലോങ്ങിലെത്തിയിട്ടുണ്ട്. ഒരു 350 മീറ്റർ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിക്കഴിയുമ്പോൾ ഇതേപോലെ വലിക്കോട്ടാ. ഇതേപോലെ വലിക്കുമ്പോൾ നമ്മുടെ ആ സ്പോഞ്ചില്ലേ, ആ സ്പോഞ്ച് അവിടെ നിന്ന് വിട്ടുപോകും, നേരെ അവിടെ താഴും. അപ്പോഴാണ് നമ്മുടെ മീൻ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ അടിച്ചിട്ടുണ്ട്. ഒരു 10-20 മിനിറ്റിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മീൻ അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് മീനാന്ന് നമുക്ക് നോക്കിയാലോ. മീനടുത്തെത്താറായിട്ടുണ്ട്. മീനടുത്ത് കയറുന്നുണ്ട്. കുറച്ച് ലോങ്ങിൽ നമ്മുടെ മീനെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ വലിക്കുമ്പോൾ ചെറുതായിട്ടൊക്കെ ഒന്ന് ചാടനൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഒരു 150 മീറ്റർ ലോങ്ങിലായിരിക്കും ഇപ്പോൾ നമ്മുടെ മീൻ. അപ്പോൾ കുറച്ച് നേരത്തെ കാത്തിരിപ്പിലൂടെ നമ്മുടെ മീൻ അടുത്തെത്തിയിട്ടുണ്ട്. എന്ത് മീനാണെന്ന് നോക്കിയാലോ. ഇത്രയും വലിയൊരു കടൽക്കൊമ്പൻ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഏകദേശം ഒരെണ്ണം തന്നെ 1/2 കിലോക്ക് മുകളിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കിട്ടിയതിൽ ഏറ്റവും വലിയ കൂരിയാണ് കേട്ടോ. ഇതുവരെ നമുക്ക് 1/2 കിലോ ഇതിൻ്റെ കൂരി കിട്ടിയിട്ടില്ല. ഇതെന്നാലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു വലിയ കൂരിയാണ് നമുക്ക് കിട്ടിയത്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മൾ എവിടെ പോയി ചൂണ്ടിട്ടാലും വല വീശിയാലും ഈ ഒരു മുതലിനെ തന്നെയാണ് കിട്ടുന്നത്. നമ്മുടെ ഈ കടൽക്കൊമ്പൻ കൂരിയില്ലേ. അര കിലോ. ഇപ്പോൾ ഇവിടെ സീസൺ അല്ല കേട്ടോ. സീസൺ ആയിക്കഴിഞ്ഞാൽ ഒരുപാട് മീൻ കിട്ടും. നമ്മുടെ കാളാഞ്ചി, ചെമ്പല്ലി, ഹമൂർ, ഈ പറഞ്ഞ എല്ലാ മീനും ഇവിടെ കിട്ടും. അടിപൊളി ഒരു സ്പോട്ടാണിത്. അതിൻ്റെ ടൈം ആയിട്ടില്ല, ടൈം ആവണുള്ളൂ. എന്തായാലും മഴയൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടും. അപ്പോൾ നമ്മുടെ ചൂടൻ ചെമ്മീനൊക്കെ ഓർത്തതേ ഒന്നും കൂടെ നമ്മൾ ഇറക്കാൻ പോകേണ്ടതേ. മുകളിൽ സ്പോഞ്ചൊക്കെ കിട്ടി നമ്മൾ വീണ്ടും ഇറക്കി കൊടുക്കാൻ വേണ്ട. ഈ പ്രാവശ്യം നമ്മൾ എന്തെങ്കിലും ഒരു വെറൈറ്റി പിടിക്കുമോ നമുക്ക് നോക്കാം. നമ്മുടെ ലൈൻ ഇങ്ങനെ ഇറക്കി കൊടുത്ത് നല്ല ഒഴുക്കാണ്, നല്ല ശക്തമായിട്ടുള്ള ഒഴുക്കായിരുന്നു. എന്ത് കണ്ടില്ലേ, ഇതേപോലെ പൊക്കോളും. നമ്മൊന്നും ചെയ്യണ്ട, താനേ പൊക്കോളൂ കേട്ടോ. ഓഹോ, വലുതാണ്. 2 എടുത്താ. ഓ, സീസൺ നേരത്തെ കിട്ടിയ പോലെ തന്നെ. ഒറ്റ ടൈപ്പ് തന്നെ. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ നമ്മുടെ കടൽക്കൊമ്പനെ തന്നെ വീണ്ടും കിട്ടിയത് സെയിമാണ് കേട്ടോ. നേരത്തെ കിട്ടിയ 2 എണ്ണമാണ് ഇപ്പോഴും കിട്ടിയ 2 എണ്ണം തന്നെ. അതും ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതും. എന്ത് വലിപ്പം വയറിനൊരു
വലിപ്പം നോക്കി, എന്താ വലിപ്പം, 1/2 കിലോ ഉണ്ട്, 1/2 കിലോ. അതെ, നമുക്ക് ഇപ്പൊ കിട്ടിയ കൂരിയുടെ വെയിറ്റ് ഒന്ന് നോക്കാം. ഇത് 395 ഗ്രാം ഉണ്ട്. അതാ പിന്നെ നമുക്ക് നേരത്തെ കിട്ടിയത് 1/2 കിലോ ഉണ്ട്. അതിലും കുറച്ചുകൂടെ ചെറുതാണ് നമുക്ക് നേരത്തെ കിട്ടിയ കൂരി വലുത്. 1,100 കേട്ടോ. 1,175. അപ്പോൾ നമ്മുടെ തേവരയിലെ ഫിഷിംഗ് ഇവിടെ അവസാനിക്കേണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. ബൈ ഫ്രണ്ട്സ്.